ഒരാൾ പള്ളിയിൽ നിന്ന് നിസ്കരിക്കുമ്പോൾ അയാളുടെ നിസ്കാരം തെറ്റാണ്, അതൊന്നും പറഞ്ഞു കൊടുത്തിട്ട് കാര്യമില്ല എന്ന് നമ്മൾ പറയാൻ പാടില്ല. അത് പറഞ്ഞു കൊടുക്കൽ നമ്മുടെ ബാധ്യതയാണ്. ഇല്ലെങ്കിൽ നമ്മൾ കൂടി കുറ്റക്കാരാവും. പറഞ്ഞു കൊടുക്കുന്നത് കുറച്ച് സോഫ്റ്റായി പറഞ്ഞു കൊടുത്താൽ മതി, കടുപ്പത്തിലാക്കരുത്, അത്രയേ ഉള്ളൂ. അവനവന്റെ ലോകത്ത് പോയിട്ട് ഇപ്പോഴത്തെ പിള്ളേരോടൊന്നും ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്ന വാദം ഒരു നിലക്കും ഇസ്ലാമിൽ അംഗീകൃതം അല്ല. നമുക്ക് അല്ലാഹു തന്ന ദീൻ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കണം. അപ്പൊ ഉപദേശിക്കണം. നമ്മുടെ കൂടെ കൂടിയ ഒരാൾക്ക് നമ്മളോടുള്ള സഹവാസം കൊണ്ട് തഖ്വ വർദ്ധിക്കുകയല്ലാതെ തഖ്വ കുറയാൻ പാടില്ല. അങ്ങനെയുണ്ട് ചില ആൾക്കാര്. അയാളുടെ കൂടെ കൂടിയാൽ കുറെ കീല കിട്ടും. കീല മൂപ്പരുടെ മാസ്റ്റർ പീസ് അദറ ഇമാമും അസ്നവി ഇമാമും ഒക്കെ ആയിരിക്കും. മൂപ്പരുടെ കൂടെ കൂടിയാൽ കുറെ കീല കിട്ടും. എന്തിനാ പിന്നെ കാല? മഹാനായ ഇമാം ഷാറാനി തങ്ങൾ പറയാ, നമ്മുടെ കൂടെ കൂടിയ ആൾക്ക് ഒരു കറാഹത്തിനെയും ഖിലാഫുൽ ഔലിയെയും നമ്മളുടെ ഇടപെടൽ കൊണ്ട് ഹറാമാണെന്ന ഫീലിംഗ് ആണ് അയാൾക്ക് എടുക്കേണ്ടത്. ഉദാഹരണം പറഞ്ഞാൽ ഫുൾ സ്ലീവ് ഷർട്ട് മടക്കിയിട്ട് നിസ്കരിക്കൽ കറാഹത്താണ്. നമ്മളെ കൂട്ടുകാരൻ അങ്ങനെ നിസ്കരിച്ചിട്ട് വരുമ്പോ, എന്താണ് നീ ഇതെന്ന് ആരാ അടിക്കാനായിട്ട് പോയതാ, ഇതെന്താ കൈയൊക്കെ കയറ്റിട്ട് നിസ്കരിച്ചിട്ടില്ലേ വരുന്നത്? നമ്മളെ വർത്താനത്തിൽ അതെന്തോ നിസ്കാരം ബാത്തിലാണ് കാര്യം പോലെ തോന്നിപ്പിക്കണം. അങ്ങനെ പറയരുത്, തോന്നിപ്പിക്കണം. അല്ലാതെ കറാത്തേ ഉള്ളൂ, ഇമാമിന് മുഖ്താറായ ഒരു കൗലുണ്ട് എന്നൊന്നുമല്ല ഭാര്യനോട് പറയേണ്ടത്. നമ്മുടെ കൂടെ കൂടിയാൾക്ക് തഖ്വ വർദ്ധിക്കുന്ന രീതിയിലാണ് നമ്മൾ എപ്പോഴും ഇടപെടേണ്ടത്. അൽ അൻവാർ ഫി ആദാബി സുഹ്ബത്തിൽ അഖ്യാർ എന്ന കിതാബ് ആ വിഷയത്തിൽ ഉള്ള ഗ്രന്ഥമാണ്. അപ്പൊ പരസ്പരം ഉപദേശിക്കുക, അത് നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വലിയൊരു നന്മയാണ്. സൂറത്തു സഅദ എന്ന പേരിലാണ് സൂറത്തുൽ അസ്ർ അറിയപ്പെടുന്നത്. വിജയികളുടെ സൂറത്ത്. വൽ അസ്ർ, സമയം തന്നെ സത്യം. ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, അധിക മനുഷ്യന്മാരും പരാജിതരാണ്. ശേഷം പറയുന്നവർ ഒഴികെ എന്നതുകൊണ്ടാണ്. ആരാണ് ഈ വിജയിച്ചവർ? വതവാസൗ ബിൽ ഹഖ്, നന്മ പരസ്പരം ഉപദേശിക്കുന്നവർ. ജ്യേഷ്ഠൻ അനുജനോട് പറയണം, എന്താണ് നീ ഇങ്ങനെ സുന്നത്തെ മായത്തിന്റെ പ്രവർത്തകനാന്ന് പറഞ്ഞിട്ട് നീ എന്താ സുബീക്ക് എണീക്കാത്തത്? ഇതാരും അങ്ങോട്ടും ഇങ്ങോട്ടും വാതിൽ മുട്ടൂല, സുബീക്ക് എണീക്കൂല. ഇതെന്തൊരു കഥ എന്ന് പറയണത്? ഇതാണോ ഒരു മുസ്ലിം എന്ന് പറഞ്ഞാൽ? അല്ല. നീ നരകത്തിൽ പോകരുതെന്ന് നീ ആഗ്രഹിക്കുന്നത് പോലെ ആരും നരകത്തിൽ പോകരുത് എന്ന് വിചാരിക്കുമ്പോൾ തക്കുൻ മുസ്ലിമാ, നീ ഒറിജിനൽ മുസ്ലിമാവും. അതല്ലേ നമ്മൾ ആവേണ്ടത്. നീ ഒറിജിനൽ മുഅ്മിനാകും, അങ്ങനെയല്ലേ നമ്മൾ വിചാരിക്കേണ്ടത്. അപ്പൊ പരസ്പരം ഉപദേശിക്കണം. ഉപദേശിക്കുന്നവരോട് വെറുപ്പുണ്ടാവുന്നത് ദുനിയാവിൽ നിന്ന് തന്നെ ശിക്ഷ ഇറങ്ങാനും ഒരുപക്ഷെ നമ്മുടെ ഈമാൻ തന്നെ നഷ്ടപ്പെടാനും മോശം മരണം ഉണ്ടാവാനും കാരണമാവുന്ന ഒരു തെറ്റാണ്. ഉദാഹരണത്തിന് ഒരാൾ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, സതെ വെള്ളി മോതിരിടൽ സുന്നത്താണല്ലോ, ഇഷ്ടാൻ ഇട്ടൂടെ എന്ന് പറഞ്ഞു. ആ വെള്ളി മോതിരം അയാൾ ഉപദേശിച്ചുകൊണ്ട് ഞാൻ ഇട്ടില്ല എന്നതുകൊണ്ട് ഞാൻ നരകത്തിൽ പോകുന്നോ നമ്മൾ നരകത്തിൽ പോകുന്നോന്നോ വിലയിരുത്താനൊന്നും വകുപ്പില്ല. കാരണം അതൊരു സുന്നത്താണ്. പക്ഷെ അയാളോട് നമ്മൾ തിരിച്ച് പറയണത് എന്ത് സുന്നത്ത്? അങ്ങനെ എല്ലാ സുന്നത്തും എല്ലാവർക്കും എടുക്കാൻ കഴിയും? എത്താ പറയണ? നീ എല്ലാ സുന്നത്ത് കൊടുക്കല്ലോ എന്ന് അയാളോട് തിരിച്ച് ചൂടാവുന്ന തരത്തിലോ അയാളെ പരിഹസിക്കുന്ന തരത്തിലോ ഇടപെട്ടാൽ അതൊരു അപകടം. വെള്ളിമോതിരം ഇടട്ടെ ഇടാതിരിക്കട്ടെ, അയാളെ ഉപദേശിച്ചതിന്റെ പേരിൽ ട്രോളുക എന്ന യൂട്യൂബ് കമന്റിന്റെ പണി നമ്മൾ എടുത്താൽ അത് പ്രശ്നമാണ്. അവസാന കാലാവുമ്പോൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന വാക്കുകൾ വർദ്ധിച്ചു 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 വരും. പലർക്കും അത് അറിയില്ല. ഇസ്ലാം എന്ന് പുറത്തു പോകുന്ന മുർത്തദ്ദ എന്ന വാക്കാണ്. പലർക്കും റിദ്ദത്തിന്റെ വാക്കാന്നല്ല, അത് തെറ്റാന്ന് തന്നെ പലർക്കും അറിയില്ല. അങ്ങനെ നമുക്കൊരിക്കലും സംഭവിച്ചുകൂടാ. അതാണ് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു
കിബിർ എന്ന് പറയുന്ന മഹാരോഗത്തെ കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം പഠിപ്പിക്കുന്നുണ്ട്. ട്യൂമറും ക്യാൻസറൊക്കെ വന്നാലും മരിക്കേ ചെയ്യാം. വേറെന്താ സംഭവിക്കുക? മരിക്കും. കൂടിപ്പോയാൽ ലാസ്റ്റ് സ്റ്റേജിൽ മരിക്കും, അല്ലേ? അതെ. എന്നാൽ ക്യാൻസർ വന്നാൽ മരിക്കും എന്നാണെങ്കിൽ കിബിർ വന്നാൽ എന്താവല്? ചത്തുപോകും. അവന്റെ ഹൃദയം അങ്ങ് മരിച്ചു. അങ്ങനെ ആയാൽ കിബിർ എന്ന് പറയുന്ന രോഗത്തിന്റെ കാരണം കൊണ്ട് അയാൾക്ക് ഈമാൻ തന്നെ നഷ്ടപ്പെടുന്ന, ഈമാൻ ഇല്ലാതെ മരിച്ചു പോകുന്ന 8 തെറ്റുകുറ്റങ്ങളെ വളരെ ഗഹനമായി വിശദീകരിക്കുന്നുണ്ട് ദഖീറത്തുൽ ഖൈർ എന്ന കിതാബിൽ. അതിൽ ഒരു തെറ്റ് പറയണത് അൽ കിബ്റു, കിബർ എന്ന രോഗം. 80,000 കൊല്ലം ഇബ്ലീസിന് ഇബാദത്തുണ്ടായിരുന്നു. അത് മുഴുവൻ ബാത്തിലായതും നഷ്ടപ്പെട്ടതും കാലാകാലം ശപിക്കപ്പെട്ടവനായി വിലയിരുത്തപ്പെടുന്നതും കിബിർ എന്ന രോഗം കൊണ്ടാണ്. കിബറിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അണുമണി തൂക്കം കിബറിന്റെ ഒരംശം ഒരാളുടെ ഖൽബിൽ ഉണ്ടെങ്കിൽ മിസ്കാല ദർറത്തിൻ മിൻ ഖർദൽ, ഒരു കടുകുമണിയുടെ അത്ര കിബർ ഒരാളുടെ ഖൽബിൽ ഉണ്ടെങ്കിൽ ലാ യദ്ഖുലുൽ ജന്ന, അയാൾ സ്വർഗ്ഗത്തിലെത്തൂലെന്ന് സ്വർഗ്ഗം ഉണ്ടെന്ന് പഠിപ്പിച്ച മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ ഓരോരുത്തരും പേടിക്കേണ്ടതാണ്, നമുക്ക് കിബറുണ്ടോ 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 എന്ന്. മഹാന്മാരൊക്കെ ഏറ്റവും കൂടുതൽ ഭയപ്പെട്ട ഒരു രോഗം കൂടിയാണ്. അവർക്ക് കിബർ ഇല്ല, എന്നിട്ടും അവര് പേടിക്കുകയാണ്. അവര് താഴ്മയുടെ മകുടോദാഹരണങ്ങളാണ്. നിങ്ങൾ കേട്ടിട്ടില്ലേ? സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അധികവും പറയുന്ന ഒരു വർത്താനാണ്, വദിത്തു അന്നി ശഅറതൻ ഫീ സ്വദരി മുഅ്മിൻ. ഏതെങ്കിലും ഒരു മുഅ്മിന്റെ ഹൃദയത്തിലെ ഒരു രോമമായിരുന്നുവെങ്കിൽ ആ മുഅ്മിനായ മനുഷ്യൻ സ്വർഗത്തിലെത്തുമ്പോ ഈ അബൂബക്കർ ഒന്ന് കഴിച്ചിലാവായിരുന്നു. ആരാ പറയുന്നു നോക്കിയേ? ലോകത്തെല്ലാ നന്മകളും മേളിച്ച ഔലിയാക്കളുടെ ലീഡറാണ് ഈ പറയണത്. ലോകത്ത് 360 നന്മയുണ്ട്. ഏതെങ്കിലും ഒരു നന്മയുണ്ടെങ്കിൽ അയാൾ സ്വർഗത്തിലെത്തുമെന്ന് ഹബീബായ തങ്ങൾ പറഞ്ഞപ്പോ സിദ്ദീഖ് അങ്ങടെ ചോദ്യത്തിന്റെ താഴ്മ കണ്ടില്ലേ? അഫിയ ഖസ്ലത്തുൻ വാഹിദ, ഈ അബൂബക്കറിന് എങ്ങനെയെങ്കിലും ഒക്കെ രക്ഷപ്പെടാൻ ഒന്നെങ്കിലും ഉണ്ടോ നബിയെ? മോനെ കുറിച്ച് ഇവിടെ ചർച്ചയില്ലല്ലോ മോനെ, മോനിക്ക് 360 ഉണ്ട്. ആ സിദ്ദീഖങ്ങളാ പറയണത്, ഏതെങ്കിലും ഒരു മുഅ്മിനിന്റെ നെഞ്ചിലെ ഒരു രോമായിരുന്നുവെങ്കിൽ ഈ അബൂബക്കർ ഒന്ന് രക്ഷപ്പെടാമായിരുന്നു. ഇതാണ് ഒറിജിനൽ മുഅ്മിനീങ്ങളുടെ ഖൽബ്. അവര് താണ് അവർ താവേണ്ടടുത്ത് അവരുടെ ഹൃദയം ശുദ്ധിയാക്കി മാറ്റിയിട്ടുണ്ട്. എന്നാൽ ഉമർ റളിയല്ലാഹുവിന്റെ വർത്താനം എന്താ? വദിത്തു അന്നി ശഅറതൻ ഫീ സ്വദരി അബീബക്കർ, അബൂബക്കർ തങ്ങളെ നെഞ്ചിലെ ഒരു രോമായിരുന്നുവെങ്കിൽ സിദ്ദീഖ് തങ്ങൾ എന്തായാലും സ്വർഗത്തിൽ പോകുമ്പോ ഉമറും ഒന്ന് കഴിച്ചിലാവുമായിരുന്നു എന്നാണ് ഉമർ തങ്ങൾ പറയണത്. വഫാത്തിന്റെ നേരത്ത് ശത്രുവിന്റെ കുത്തേറ്റ് സുബഹി നിസ്കാരത്തിനിടയിൽ മറിഞ്ഞു വീണ് ബ്ലഡ് ഒലിച്ച് കുടിക്കാൻ കൊടുക്കുന്ന പാല് കുത്തേറ്റ സ്ഥലത്തെ ദ്വാരത്തുനിന്ന് പുറത്തേക്ക് ഒഴുകുമ്പോഴും ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ വിചാരം എന്തായിരുന്നു? മകനായ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ തങ്ങളെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, മോനെന്ന് ഹുദൈഫത്തുൽ യമാനിയെ വിളിക്കണം. ഹുദൈഫ തങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിങ്ങൾക്ക് കുറെ രഹസ്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. ആ കൂട്ടത്തിൽ സ്വഹാബിയായി ചമഞ്ഞ് നടക്കുന്ന, സ്വഹാബിയാണെന്ന വ്യാജേന നടക്കുന്ന കുറെ മുനാഫിഖീങ്ങൾ ഉണ്ടെന്ന് നിങ്ങൾക്ക് പറഞ്ഞതായി എനിക്ക് റിപ്പോർട്ടുണ്ട്. ഉണ്ടല്ലോ, ആ ലിസ്റ്റ് നിങ്ങളുടെ അടുത്തില്ലേ? ഉണ്ട്. അതൊന്ന് നിങ്ങൾ നോക്കുമോ? അതെന്തിനാ നിങ്ങൾ വഫാത്താവുമ്പോൾ ഇവിടെ ആരൊക്കെ മുനാഫിഖീങ്ങൾ ഉണ്ട് നോക്കുന്നു? ആരെങ്കിലും മുനാഫിഖാണോ അല്ലയോ എന്ന് അറിഞ്ഞിട്ട് എനിക്ക് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. പക്ഷേ ഈ ഉമർ ഇബ്നുൽ ഖത്താബ് മുനാഫിഖായി പോയിട്ടുണ്ടോ എന്ന് ആ ലിസ്റ്റ് ചെക്ക് ചെയ്യാവോ? പൊട്ടി കരഞ്ഞുപോയി ഹുദൈഫ തങ്ങൾ. എന്താ ഉമർ തങ്ങളെ ഈ പറയണത്? നിങ്ങളല്ലേ ഈമാനിന്റെ പടവാൾ. നിങ്ങൾ പ്രവേശിച്ച ഒരു സ്ഥലത്ത് പിശാചിന് എൻട്രി ഉണ്ടോ? സിറാജു അഹ്ലിൽ ജന്ന, സ്വർഗത്തിലെ വിളക്കുമാടമല്ലേ നിങ്ങൾ? എന്താ പറയണത്? ഇല്ല. അന്നേരം ഉമർ റളിയല്ലാഹു അൻഹു എന്താ പ്രതികരിക്കുന്നറിയോ? ഹദ്ദിദിന്നറിയാ ഹുദൈഫ, ഹുദൈഫ ശരിക്കൊന്ന് നോക്കൂ, അഥവാ ഞാനുണ്ടെങ്കിലോ. നമ്മളൊക്കെ ആലോചിക്കേണ്ടതാ, ഞാൻ ഫോട്ടോന്റെ ആളാവുന്നുണ്ടോ? ഞാൻ ഉസ്താമാരുടെ മുമ്പിൽ വലിയ ആളാവാൻ കളിക്കുന്നതാണോ? അല്ല ഞാൻ വേറെന്തെങ്കിലും സംഭവമാണോ
എനിക്കൊരു തകാഫുൽ ഏറ്റെടുക്കാൻ കഴിവുള്ളതുകൊണ്ടാണോ ഈ കളിക്കണത് എന്നൊരു തോന്നൽ നമുക്ക് വന്നുപോയാൽ ശരിക്കും നോക്കുമോനെ ഹുദൈഫ, ഈ വാക്ക് നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാവണം. കിബറിന്റെ ഒരണുമണി തൂക്കം നമ്മുടെ ഖൽബിൽ വന്നു പോകാൻ പാടില്ല. ശരീരത്തിന് എത്ര രോഗം വന്നാലും അള്ളാന്റെ വെറുപ്പുണ്ടാവില്ല, അള്ളാഹ്ക്ക് ഇഷ്ടം കൂടിയേ ചെയ്യുള്ളൂ. അള്ളാഹ്ക്ക് ഇഷ്ടം ഉണ്ടാവുമ്പോഴാണ് രോഗങ്ങളും പരീക്ഷണങ്ങളൊക്കെ കൂടുതൽ തരിക. അശദ്ദുൽ ബലാഗ് ആർക്കാണ്? അമ്പിയാക്കൾക്കാണ്. ഫല്ലംസലു, പിന്നെ അമ്പിയാക്കളോട് ചേർന്ന് നിൽക്കുന്ന ഔലിയാക്കൾക്കാണ്. എന്തെല്ലാം രോഗങ്ങൾ അമ്പിയാക്കൾക്ക് വന്നിട്ടുണ്ട്. ദാരിദ്ര്യം കൊണ്ട് തിന്നാനില്ലാത്തോണ്ട്, പട്ടിണിയിലായതുകൊണ്ട് വഫാത്തായ മഹാന്മാരില്ലേ, തിന്നാനില്ലാത്തോണ്ട്. അയ്യൂബ് നബി അലൈഹിസ്സലാമിന് എന്തെല്ലാം രോഗങ്ങൾ വന്നിട്ടുണ്ട്. ഈ തൊലിയുടെയും എല്ലിന്റെയും ഇടയിൽ സഹിക്കാനാവാത്ത വേദന ഉണ്ടായിട്ടുണ്ട് അയ്യൂബ് നബി. കഥാപ്രസംഗത്തിൽ പറയണ പോലെ കുറെ പുണ്ണുകൾ വന്നു, വെറുക്കപ്പെടുന്ന രോഗങ്ങൾ വന്നു എന്നുള്ളത് ശരിയല്ല. അങ്ങനെ ഒരു കഥ അയ്യൂബ് നബിയുടെ പേരിൽ പറയാൻ പാടില്ല. അങ്ങനെ ഒരു നബിക്കും വെറുക്കപ്പെടുന്ന രോഗങ്ങൾ ഉണ്ടാവുകയും ഇല്ല. അയ്യൂബ് നബിയെ കുറിച്ച് അങ്ങനെ പറയുന്ന കഥകൾ മുഴുവനും കെട്ടുകഥകളാണ്, ഫാബ്രിക്കേറ്റഡ് സ്റ്റോറിയാണ്, ഫിക്ഷൻസ് ആണ്, ശുദ്ധ അസംബന്ധമാണ്. അങ്ങനെ പറയാനും പറ്റൂല. അതെങ്ങനെ ഒരു നബിക്ക് ഉണ്ടാവില്ല? കാര്യമായിട്ട് നബിയെ ഇസ്ലാം സ്വീകരിക്കാൻ വേണ്ടി ഒരാൾ വന്നു. അപ്പൊ അയാൾ പറയാ എനിക്ക് മണക്കുന്ന നാർന്ന് എന്നിട്ട് തിരിച്ചു പോവുക. ഇങ്ങനെ ഒരു നബിക്ക് ഉണ്ടാവോ? എങ്ങനെ ഉണ്ടാവാനാ? അതെങ്ങനെ ഉണ്ടാവാനാ? തുഹ്ഫത്തുൽ മുരീദ് അലാ ശർഹി അലാ ജൗഹറത്തുൽ തൗഹീദ്, ഇമാം ബാജൂരിയുടെ ഗ്രന്ഥം. അതുപോലെ ജൗഹറത്തുൽ തൗഹീദിനെ സ്വാവി ഇമാം എഴുതിയ വ്യാഖ്യാനം, തുഹ്ഫത്തുൽ മുഹ്താജിന്റെ തുടക്കം, ഇതൊക്കെ നമ്മൾ വിശദീകരിച്ച് നോക്കിയാൽ, വിശദമായി നോക്കിയാൽ ഈ കാര്യം ബോധ്യപ്പെടും. എന്റെ വിഷയം അതല്ല. ശരീരത്തിന് എത്ര രോഗം വന്നാലും ആഖിറത്തിൽ കുടുങ്ങാന്ന് പോകുന്നില്ല. കുടുങ്ങുമോ? ഇല്ല. ആക്സിഡന്റ് ആയി മരിച്ചു എന്നുള്ളത് ആക്കിബത്ത് മോശമായി എന്നുള്ളതിന്റെ അടയാളാണോ? അല്ല. അങ്ങനെ ആര് പറഞ്ഞു? അങ്ങനെ അല്ല. പിന്നെന്താ? നമ്മുടെ ഹൃദയത്തിന് ഒരു രോഗവും വരാൻ പാടില്ല. യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. ഒരു പൊടി രോഗം ഖൽബിൽ, ഒരു രോഗവും നമുക്ക് വരാൻ പാടില്ല. അങ്ങനെ രോഗമുള്ള ഖൽബുമായി എൻ്റെ അടുത്തേക്ക് വരണ്ടെന്ന് അല്ലാഹു പറയുന്നുണ്ട്. യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ. നിങ്ങളുടെ സമ്പത്തും മക്കളൊന്നും ഉപകാരപ്പെടാത്തൊരു ദിവസം. ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. ഒരു രോഗവും ഇല്ലാതെ എൻ്റെ അടുത്തേക്ക് വരണം. കിബർ ഉണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാക്കാൻ ഗസാലി ഇമാം ഇഹ്യാ ഉലൂമുദ്ദീനിൽ പറയുന്ന ചില അടയാളങ്ങളുണ്ട്. ഒന്ന്, ആരെങ്കിലൊക്കെ ഉപദേശിച്ചാൽ അയാൾക്ക് മനസ്സിനൊരു വെറുപ്പ് വരിക. ആരുപദേശിച്ചാല്? മുദരിസ് ഉസ്താദല്ല, സീനിയറായ മുത്തല്ലിമല്ല, ജൂനിയറോ സമകാലികരോ ആരെങ്കിലൊക്കെ ഉപദേശിച്ചു, അപ്പൊ നമുക്കൊരു ഒരു അസ്വസ്ഥത, നീ ആരവ് പറയാന്നുള്ള ഒരു ചിന്ത അതുണ്ടെങ്കിൽ അത് കിബറിന്റെ അടയാളമാണ്. അയാൾ ആരാ അത് പറയാൻ എന്ന് ഒരാൾക്ക് തോന്നുകയാണെങ്കിൽ അത് കിബറിന്റെ അടയാളമാണ്. കൂട്ടുകാരെ, നമുക്കത് തോന്നാറില്ലേ? ഞാൻ ഓതിയ ഒരായത്തിൽ ഒരു തെറ്റുണ്ടെന്ന് കരുതുക. ഒരു മുത്തല്ലിമായ മോന് വന്നിട്ട് പ്രഭാഷണം കഴിഞ്ഞു പോകുമ്പോൾ ഉസ്താദിനോട് ഒരു കാര്യം പറഞ്ഞ വിഷമമോ? ഇല്ലല്ലോ മോനെ, ഉസ്താദ് ഓതിയ ആയത്തിൽ തെറ്റുണ്ട്. അപ്പൊ ഞാൻ ഇല്ലല്ലോ, ഒരു സാധ്യതയും ഇല്ലല്ലോ. ഉണ്ട് ഉസ്താദേ, നിങ്ങൾക്ക് തോന്നിയായിരിക്കും. കണ്ട, സമ്മതിക്കൂല. എന്നാലും ഉസ്താദ് ഓതിയ ഒരു ആയത്തില്ലേ, ഇങ്ങനെ തെറ്റുണ്ടല്ലോ, കേട്ടത് മാറിയതായിരിക്കും. കണ്ടോ മായ, എങ്ങനെ നമ്മൾ അനുസരിക്കുന്നില്ല. ശരിക്ക് ഗസാലി ഇമാം പറയേണ്ടത് രണ്ട് കാര്യമാണ് ആ തിരുത്തി തന്നാളോട് നമ്മൾ പറയേണ്ടത്. ഒന്ന്, ജസാക്കല്ലാഹു ഖൈർ, മോനിക്ക് അല്ലാഹു വലിയ പ്രതിഫലം തരട്ടെ. രണ്ട്, ഞാനത് ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു, മോനത് പറഞ്ഞോണ്ട് ഇനിയുള്ള സംസാരത്തിലൊക്കെ അത് ശ്രദ്ധിക്കാലോ. ശരിക്കും അങ്ങനെയാ പറയേണ്ടത്. എന്തിനാ നമുക്ക് ജാടയൊക്കെ? എന്തിനാണ് ജാട? അവിടെ ആ കുട്ടികൾ കളിക്കുന്നിടത്ത് കുറച്ച് ശബ്ദം കുറച്ചിട്ട് കളിക്കാൻ പറഞ്ഞാൽ നന്നാവും. അപ്പൊ പറഞ്ഞു വന്നതേ, ഒന്നാമത്തെ ഒരു അടയാളം അതാണ്, കിബറിന്റെ അടയാളം. ഉപദേശം കൊടുത്താൽ സ്വീകരിക്കൂല. രണ്ടാമത്തെ അടയാളം,
വീട്ടു ജോലി ചെയ്യാൻ ഒരാൾക്ക് മടി തോന്നുന്നുണ്ടെങ്കിൽ അത് കിബറിന്റെ അടയാളം. അത്ര ഞാനോ ബാത്റൂം കഴുകാനാ നീ എന്താ പറയുന്നടി ഭാര്യനോട്? അല്ല എനിക്ക് തീരെ വയ്യ നാട്ടു, തീരെ കഴിയുന്നില്ല, ഒന്നും ആക്കണ്ട, നിങ്ങൾ ആ പമ്പേഴ്സ് ഒന്ന് ആ ബാത്റൂം ഒന്ന് മാറ്റിയാൽ മതി, ആരല്ലോ ഗസ്റ്റ് വരുന്നു. അതന്നെ പറയുന്നത്. നിബിതങ്ങൾ എടുക്കാത്ത എന്തെങ്കിലും പണിയുണ്ടോ വീട്ടില്? ആയിഷുമ്മ എന്താ പറയണത്? അടുക്കള പണിയിൽ സഹായിക്കും, പാത്രം കഴുകിത്തരും, വീടടിച്ചു വാരിത്തരും, ചെരുപ്പ് ശരിയാക്കും, ബക്കറ്റ് ശരിയാക്കും, എനിക്ക് പാല് കിട്ടാൻ ആട് കറന്നു തരും, ഞാൻ കുടിച്ച ബാക്കി കുടിക്കും, അവിടുന്ന് ഞാൻ തിന്ന മാംസ കഷ്ണം എടുത്തിട്ട് ഞാൻ പല്ലു വെച്ച അതേ സ്ഥലത്ത് തന്നെ പല്ലു വെച്ചിട്ട് തിന്നു, ഞാൻ എവിടെയെങ്കിലും ഇരുന്നാലും എന്നെ ചാരിയിരിക്കും. സൊഫിയ ബീവി പറയണ്ടല്ലോ, ഒരു ദിവസം എനിക്ക് ഒട്ടകത്തിന്റെ മേലെ കയറാൻ കഴിയുന്നില്ല, ഒട്ടകം വലുതാണ്, സൊഫിയ ബീവി കുറച്ച് നീളം കുറഞ്ഞിട്ടുണ്ട്, കയറാൻ പറ്റുന്നില്ല. തങ്ങൾ എന്താ ചെയ്യുന്നവരോ, കാല് നീട്ടിയിട്ട് പറഞ്ഞ് എൻ്റെ കാല് കോണിപ്പടിയാക്കിയിട്ട് അതിൽ ചവിട്ടിയിട്ട് കയറിക്കോളിന്ന്. ആര്? സിദറത്തുൽ മുന്തഹ വരെ പോയിട്ട് വന്ന നേതാവ്, ലോകം മുഴുവൻ കണ്ട നേതാവ്. ഭാര്യക്ക് സ്റ്റെപ്പ് ലാഡറായിട്ട് കാല് വെച്ചു കൊടുക്കാന്ന് പറഞ്ഞാൽ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. വീട്ടു ജോലി ചെയ്യാൻ ഒരാൾക്ക് മടി തോന്നുന്നുണ്ടെങ്കിൽ അത് അയാളുടെ കൽബിന് വലിയ പ്രശ്നമുണ്ട് എന്നുള്ളതിൻ്റെ അടയാളമാണ്. വീട്ടിൽ നമ്മൾ റാങ്ക് നമ്പർ 1 ആയിരിക്കണം. ഉദാഹരണം പറഞ്ഞാല്, ഭാര്യ നമ്മളോട് പറയാണ്, ഒരു കുപ്പി വെള്ളം എടുത്തിട്ട് ഇത് നല്ല ഒരാളെ കൊണ്ട് വെള്ളം മുന്തിരിപ്പിച്ചു തരുമോ നിങ്ങള്? എനിക്കെന്തോ വയറിന് ഭയങ്കര ഗ്യാസിൻ്റെ ആണോന്ന് അറിയില്ല. നല്ല ആളെന്ന് പറഞ്ഞാൽ തങ്ങളും ഉസ്താദൊന്നും ആവണമെന്നൊന്നുമില്ല, നല്ലൊരു മനുഷ്യനാ മതി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം മനസ്സിലായ? നിങ്ങൾ അതിന് പറ്റൂല, നിങ്ങൾ എത്ര മണിക്കാ സുബഹിക്ക് എണീക്കലെന്ന് എനിക്കറിയാം. നമുക്കാദ്യം റാങ്ക് കിട്ടേണ്ടത് നാട്ടുകാരടുത്ത് നിന്നല്ല, ചാരിറ്റി ബിഗിൻസ് അറ്റ് ഹോം. ഖൈറുക്കും ഖൈറുക്കും ലി അഹ്ലി, വീട്ടുകാരടുത്ത് നിന്നാണ്. ഇമാം ഷാറാനി റളിയല്ലാഹു അൻഹുവിനെ നിങ്ങൾക്ക് പരിചയമുണ്ടോ? 300-ലധികം കിതാബ് എഴുതിയ ലോക പ്രശസ്ത പണ്ഡിതൻ, വല്ലാത്ത മുവഫഖായ നേതാവാണ്. അവിടുത്തെ ബർക്കത്തുണ്ട്. അള്ളാഹു നമുക്ക് നാഫിയായ ഇൽമു വർദ്ധിപ്പിച്ചിരുമാറാവട്ടെ. വല്ലാത്ത നേതാവാണ്, പറഞ്ഞാലും തീരാത്ത അത്രയും മഹത്വങ്ങളുള്ള ആളാണ്. അവരുടെ മഹത്വം മനസ്സിലാക്കാൻ അവര് തന്നെ എഴുതിയ അൽ മിനനുൽ കുബ്ര എന്ന ഗ്രന്ഥം നോക്കിയാൽ മതി. അതൊരു ആത്മകഥ കൂടിയാണ്. കാലാനുസൃതമായ വിവരങ്ങൾ കൈമാറാൻ വേണ്ടി മഹാന്മാര് ആത്മകഥ എഴുതാറുണ്ട്. ഉദാഹരണത്തിന് ഇമാം സഖാവി റഹിമഹുല്ലയുടെ ആത്മകഥയാണ് ഇർഷാദുൽ ഗാവി. ഇബ്നു ഹജറുൽ ഹൈതമി റഹിമഹുല്ലയുടെ ആത്മകഥയാണ് സബത്ത് എന്ന് പറയുന്ന ഗ്രന്ഥം. ഇമാം സുയൂത്തി റഹിമഹുല്ലയുടെ ആത്മകഥയാണ് അത്തഹദ്ദുസു ബിനിഅമത്തില്ലാ എന്ന കിതാബ്. ലത്വായിഫുൽ മിനൻ എന്ന് പറയുന്നത്, അൽ മിനൻ എന്ന് പറയുന്ന ഗ്രന്ഥം ഷാറാനി ഇമാമിന്റെ ആത്മകഥയാണ്. അങ്ങനെ അതത് കാലത്തെ മഹാന്മാർ ആത്മകഥകൾ എഴുതുമ്പോഴെല്ലാം ആ കാലത്തെ മുഅ്മിനീങ്ങൾ വിശ്വാസപൂർവ്വം അതൊക്കെ ഏറ്റെടുക്കാറുണ്ട്, വായിക്കാറുണ്ട്. അതാ നമ്മളും ചെയ്യേണ്ടത്.